18-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല സിയാഹുൽ ലുഗ എന്ന ഇമാം ജൗഹരിയുടെ കിതാബിൽ നിന്ന് ബിദ്അത്ത് എന്നതിന്റെയും അതിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന ബദീഅ്, മുബ്തദിഅ് തുടങ്ങിയ പദങ്ങളുടെയൊക്കെ നിർവചനങ്ങൾ എടുത്തുദ്ധരിക്കുകയാണ്. വൽ ബിദ്അത്തു അൽ ഹദസു ഫിദ്ദീനി ബഅദൽ ഇക്മാൽ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തിയായതിനു ശേഷം ദീനിലേക്ക് വല്ലതും കടത്തിക്കൂട്ടുന്നതിനെയാണ്, വല്ലതും അധികമാക്കുന്നതിനെയാണ് ബിദ്അത്ത് എന്ന് സിഹാഹുൽ ലുഗ എന്ന കിതാബിൽ ജൗഹരി ഇമാമ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഖുൽതു, ധാരാളം നിർവചനങ്ങൾ ബിദ്അത്ത് എന്ന പദത്തിന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിലെല്ലാം ചെറിയ ചെറിയ പോരായ്മകൾ പലതിലും കാണാം. ഇവിടെ ഏകദേശം എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല പറയുന്ന ഖുൽതു, ഞാൻ പറയുന്നു, വഹുവ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാ ലം യകുൻ ഫി അസ്റിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്മാ ഫഅലഹു ഔ അഖറ അലൈഹി ഔ ഉലിമ മിൻ ഖവാഇദി ശരീഅത്തിഹി അൽ ഇദ്നു ഫീഹി വ അദമു നക്കീരി അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തില്ലാത്ത കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. നബി തങ്ങളുടെ കാലത്തില്ലാത്തത് ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചത്, അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗനാനുവാദം നൽകിയത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിന്റെ നിയമങ്ങളിൽ നിന്ന് യാതൊരു എതിർപ്പുമില്ലാത്ത നിലക്ക് ഇതിന് അനുവാദമുണ്ട് എന്ന് അറിയപ്പെട്ട കാര്യങ്ങൾ. ഈ മൂന്നും അല്ലാത്ത കാര്യങ്ങൾക്കാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. നഹവു മാ സനശ്റഹു ഫിൽ ഫസ്ലിൽ ആതി ഉഖൈബ ഹാദൽ ഫസ്ലി. ഈ അധ്യായത്തിന്റെ തൊട്ടു പിറകെ വരുന്ന അധ്യായത്തിൽ നാം അതിന് കുറെ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അനുവാദം ഉണ്ടെന്ന് ഉറപ്പുള്ള, യാതൊരു എതിർപ്പുമില്ലാത്ത മിമ്പറുകൾ, മദ്രസകൾ, യാത്രക്കാർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ പോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തുൽ കിറാമിന്റെയും കാലഘട്ടത്തിൽ ഇല്ലാത്ത പൊതുജനോപകാരപ്രദമായ ദീൻ പ്രോത്സാഹിപ്പിച്ച സൽക്കർമ്മങ്ങൾ ചെയ്യുക. റബീഉൽ അവ്വൽ മാസത്തിലോ റബീഉൽ അവ്വൽ 12-നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതിനോ മറ്റ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോ മറ്റു ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത പുണ്യമോ മഹത്വമോ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാതെയും അങ്ങനെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയില്ലാത്ത രൂപത്തിലും ഒരു നല്ല അവസരം എന്ന നിലക്ക് മുദഫർ രാജാവിന്റെ നേതൃത്വത്തിൽ റബീഉൽ അവ്വൽ 12-ന് നടത്തപ്പെട്ട സദഖകളും മറ്റ് സൽക്കർമ്മങ്ങളും പോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അനുവാദം ഉണ്ടെന്ന് ഉറപ്പുള്ള, യാതൊരു എതിർപ്പുമില്ലാത്ത കുറച്ച് കാര്യങ്ങളെ അടുത്ത അധ്യായത്തിൽ ബഹുമാനപ്പെട്ട വിവരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളും ഒഴികെയുള്ളതാണ് ബിദ്അത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഫീ മാനാ ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച, പ്രവർത്തിച്ച, പറഞ്ഞ കാര്യങ്ങളുടെ സ്ഥാനത്ത് തന്നെയാണ് മാകാന ഫി അസ്റി സഹാബത്ത് റളിയല്ലാഹു അൻഹും, സഹാബത്തുൽ കിറാമിന്റെ കാലത്ത് ഉണ്ടായ കാര്യങ്ങൾ. മിമ്മ അജ്മഉ അലൈഹി, സഹാബികൾ എല്ലാവരും ഏകകണ്ഠമായി അംഗീകരിച്ച വിഷയങ്ങളും, ഖൗലൻ, ഒന്നുകിൽ വാക്കിനാൽ അംഗീകരിച്ചു, ഔ ഫിയലൻ, അല്ലെങ്കിൽ അവരെല്ലാവരും അത് പ്രവർത്തിച്ചു, ഔ തഖ്രീറൻ, അല്ലെങ്കിൽ ചിലർ പ്രവർത്തിച്ചപ്പോൾ മറ്റുള്ളവരൊക്കെ മൗനാനുവാദം നൽകി. അതുപോലെയുള്ള സർവ്വ സഹാബികളും അംഗീകരിച്ച വിഷയങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്നതുപോലെ തന്നെയാണ്. വകദാലിക, ഇതുപോലെ തന്നെ മഖ്തലഫു ഫീഹി, സഹാബത്തുൽ കിറാമിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായ വിഷയങ്ങളും ബിദ്അത്തിൽ നിന്ന് പുറത്താണ്. എന്തുകൊണ്ട്? ഇജ്തിഹാദിന് പറ്റുന്ന, ഗവേഷണം ചെയ്ത് കണ്ടെത്താൻ പറ്റുന്ന വിഷയങ്ങളിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ വിഷയങ്ങൾ, അതിനെയും ബിദ്അത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാകുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഷാമ റഹിമഹുല്ല വിവരിക്കുന്നു, വലൈസ ലിഗൈരിഹിം ഇല്ലൽ ഇത്തിബാഉ ദൂനൽ ഇബ്തിദാഇ. സഹാബികളല്ലാത്ത ലോകത്ത് ഖിയാമത്ത് നാളെ വരെ വരുന്ന ഒരു വ്യക്തിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബത്തുൽ കിറാമിനെയും പിൻപറ്റുക എന്നതല്ലാതെ പുതിയതായി ഒരു പരിപാടിയും തുടങ്ങാൻ അനുവാദം ഇല്ല. വലൈസ ലിഗൈരിഹിം, സഹാബികൾ അല്ലാത്തവർക്ക് ഇല്ല, ഇല്ലൽ ഇത്തിബാഉ, സഹാബികളെയും നബിയെയും പിൻപറ്റലല്ലാതെ ദൂനൽ ഇബ്തിദാഇ, ബിദ്അത്ത് ചെയ്യാനുള്ള ഒരു പെർമിഷനും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഇല്ല. അഥവാ സഹാബികൾക്ക് ശേഷം പുതുതായി ഒരു പരിപാടിയും തുടങ്ങാൻ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പെർമിറ്റ് ഇല്ല എന്ന് അബൂ ഷാമ റഹിമഹുല്ല ആശങ്കയ്ക്ക് ഇടയില്ലാത്ത രൂപത്തിൽ, സംശയത്തിന് ഒരു ഇടയും നൽകാത്ത രൂപത്തിൽ വിവരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇമാം ഗസാലി റഹിമഹുല്ല ഇഹ്യാ ഉലൂമുദ്ദീനിൽ നേരത്തെ നാം വായിച്ച ഭാഗത്ത് പറഞ്ഞത്. പരലോകത്തെ പേടിക്കുന്ന പണ്ഡിതന്മാർ സഹാബത്തുൽ കിറാമിന് ശേഷം തുടങ്ങിയ സർവ്വ വിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരാവണം
ഇത് ലോകത്ത് സർവ്വ പണ്ഡിതന്മാരും അംഗീകരിച്ച ഒരു തത്വമാണ്. സഹാബത്തുൽ കിറാമ് ചെയ്യാത്ത ഒന്ന് നമുക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമാണെന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാനോ ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നിർവാഹമില്ല എന്ന്. ബഹുമാനപ്പെട്ടവർ അവിടെ നിർത്താതെ വമാ അഹ്സന മാ ഖാലഹു ഇബ്രാഹിം നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഇബ്രാഹിം നഖഈ റഹിമഹുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറഞ്ഞത് എത്ര ഭംഗിയുള്ളതാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മാ അഅതാകുമുല്ലാഹു ഖൈറൻ ഉഖ്ബിയ അൻഹും വഹും അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖിയറതുഹു മിൻ ഖൽഖിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളാകുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരായ സഹാബത്തുൽ കിറാമിന് മറച്ചു വെക്കപ്പെട്ട, അവർക്ക് നൽകപ്പെടാതെ അവർ അറിയാതെ ഒളിച്ചു വെച്ച ഒരു നന്മയും നിങ്ങൾക്കാർക്കും അള്ളാഹു നൽകുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നഖഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വാക്കുകൂടി അബൂ ശാമ റഹിമഹുല്ല ഇവിടെ ഉദ്ധരിക്കുകയാണ്. അശാറ ബിദാലിക, ഇബ്രാഹിം നഖഈ എന്ന് പറയുന്ന മഹാൻ ഇതുകൊണ്ട് സൂചിപ്പിച്ചത് ഇലാ തർക്കിൽ ഗുൽവി ഫിദ്ദീനി, ദീനിൽ അമിതമാക്കലിനെ ഒഴിവാക്കേണ്ടതാകുന്നു. വഇലൽ ഇഖ്തിദാഇ ബിസ്സലഫി സ്വാലിഹീന, സലഫു സ്വാലിഹീങ്ങളായ സഹാബത്തുൽ കിറാമിനോട് പിൻപറ്റിക്കൊണ്ടാണ് ജീവിക്കേണ്ടത്. നമ്മുടെ വകയിൽ ഓവറാക്കി പുതിയ ഒരു കാര്യവും ചെയ്യേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ടവർ ഈ വാചകത്തിലൂടെ നമുക്ക് സൂചന നൽകുന്നു എന്നാണ് അബൂ ശാമ റഹിമഹുല്ല ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിന് തെളിവായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, അള്ളാഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ലോകത്തെ അള്ളാഹുവിന്റെ അടിമകൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ടതില്ല, എപ്പോഴൊക്കെ ചെയ്യണം, ഏതൊക്കെ രൂപത്തിൽ ചെയ്യണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിന്റെ പുറമെ നമ്മുടെ വകയായി കുറെ അഡിഷൻ, കുറെ കൂട്ടിക്കലർത്തൽ, ഏറ്റൽ നമുക്ക് ആവശ്യമില്ല. ഇതിന് തെളിവായി പരിശുദ്ധ ഖുർആനിൽ നിന്ന് മുൻകാല സമൂഹങ്ങളോട് അള്ളാഹു പറഞ്ഞ ഒരു നിർദ്ദേശം കൂടി ബഹുമാനപ്പെട്ടവർ ഇവിടെ എടുത്തുദ്ധരിക്കുകയാണ്. വഖദ് ഖാലല്ലാഹു തആല യാ അഹ്ലൽ കിതാബി ലാ തഖുലു ഫീ ദീനിക്കും വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്. ഓ കിതാബിന്റെ ഉടമകളെ, ലാ തഖുലു ഫീ ദീനിക്കും, നിങ്ങൾ ദീനിൽ അമിതമാക്കരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ കളവ് പറയാൻ പാടില്ല. എന്ന് വെച്ചാൽ അള്ളാഹു പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാന ആരാധനാ കർമ്മങ്ങൾക്ക് പുറമെ നമ്മുടെ വകയിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾ അമിതമാക്കരുത്. അതുപോലെ അള്ളാഹു പഠിപ്പിക്കാത്ത വിഷയങ്ങളെ അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ പറയുകയോ പ്രവർത്തിപ്പിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് ഈ ആയത്തിലൂടെ പരിശുദ്ധ ഖുർആൻ മുൻകാല മതക്കാരോട് അഹ്ലി കിതാബിനോട് പറഞ്ഞത് എന്ന് മഹാനായ അബൂ ശാമ റഹിമഹുല്ല ഇവിടെ നമുക്ക് വിവരിച്ചു തരികയാണ്. ഇവിടെ ഉലുവ്, അള്ളാഹു നിർദ്ദേശിക്കാത്ത പലതും കൂട്ടിക്കലർത്തുക, അതുപോലെ അള്ളാഹുവിന്റെ മേൽ കളവ് പറയുക, ഇത് രണ്ടും മുൻകാല സമൂഹത്തിനോട് വിരോധിച്ചതുപോലെ തന്നെ നമ്മളോടും വിരോധിക്കപ്പെട്ടതാണ് എന്നതാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഫകുല്ലു മൻ ഫഅല അംറൻ മൂഹിമൻ അന്നഹു മശ്റൂഉൻ വലൈസ കദാലിക ഫഹുവ ഗാലിൻ ഫീ ദീനിഹി മുബ്തദിഉൻ ഫീഹി ഖായിലുൻ അലല്ലാഹി ഗൈറൽ ഹഖ് ബിലിസാനി മഖാലിഹി വലിസാനി ഹാലിഹി. യഥാർത്ഥത്തിൽ അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തെ അള്ളാഹു നിർദ്ദേശിച്ചതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ ദീനിൽ ഒലുവ് കാണിച്ചവനാണ്. ദീനിൽ അവൻ പുത്തൻവാദിയാണ്, മുബ്തദിഅാണ്. അള്ളാഹുവിന്റെ മേൽ അവന്റെ നാവ് കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ അവസ്ഥ കൊണ്ടോ കളവ് പറയുന്നവനാണ്. അപ്പോൾ അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തെ അള്ളാഹു നിർദ്ദേശിച്ചു എന്ന് പറയുന്നതും അള്ളാഹു നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നതും രണ്ടും തുല്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തരുന്നത്. ഇവിടെയാണ് നാം വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുൽ കിറാമും നമ്മളോട് നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്നതെല്ലാം അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നതിന് തുല്യമാണ് എന്നാണ് ബഹുമാനപ്പെട്ടവർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തോ പ്രത്യേക സന്ദർഭത്തിലോ ചെയ്യാൻ പഠിപ്പിക്കാത്ത ഒരു വിഷയത്തെ ആ പ്രത്യേക സന്ദർഭത്തിലോ സാഹചര്യത്തിലോ സമയത്തിലോ സ്ഥലത്തോ ചെയ്യേണ്ടതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ മേൽ കളവ് പറയലാകുന്നു എന്നാണ് ബഹുമാനപ്പെട്ടവർ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാന്മാരായ ശാഫിഈ മദ്ഹബിലെ പണ്ഡിതന്മാർ
പല വിഷയങ്ങളെയും മോശമായ അനാചാരമാണ്, മുങ്കറത്തായ മദ്മൂമത്തായ ബിദ്അത്താണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തതിന്റെ പേരിലാണ് ഇന്ന് പല ആളുകളും വേണ്ടാത്ത പല കോലാഹലങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴായി നാം ചോദിച്ചതാണ്, പരിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തും ശുദ്ധിയുള്ള മനുഷ്യന് ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് ഓതൽ അനുവദനീയമാണ്. ഏത് സന്ദർഭത്തിലും ഓതാം, ഏത് സാഹചര്യത്തിലും ഓതാം. പക്ഷേ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആയത്ത്, ഏതെങ്കിലും ഒരു സൂറത്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തോ സന്ദർഭത്തിലോ ഓതൽ സുന്നത്താണ് എന്ന് പറയാൻ അള്ളാഹുവിനും അവന്റെ റസൂലിനുമല്ലാതെ അധികാരമില്ലാത്തത് കൊണ്ടാണ് അഖീഖത്ത് അറുക്കുന്ന ദിവസം സൂറത്തുൽ അൻആമിൽ നിന്ന് ചില ആയത്തുകൾ ഓതുന്നത് ചില ആളുകൾ പതിവാക്കിയപ്പോൾ അത് ഇല്ലായ്മ ചെയ്യേണ്ടതാണ് എന്ന് ഫത്ഹുൽ മുഈൻ ഉൾപ്പെടെയുള്ള കിതാബുകളിൽ പഠിപ്പിച്ചത് നാം പലപ്പോഴും ഇവിടെ ഉണർത്തിയത്. പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വിരോധിക്കാത്ത ഏത് കാര്യവും നമുക്ക് എപ്പോഴും ചെയ്യാമെന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ചില മുസ്ലിയാക്കന്മാർ സാധാരണക്കാരായ ആളുകളെയും കൂടുതൽ പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത മുതഅല്ലിമീങ്ങളെയും കബളിപ്പിക്കുന്നതായി നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ചില ആളുകൾ അവരുടെ താല്പര്യമനുസരിച്ച് ചില പ്രത്യേക ദിവസങ്ങളിലും സന്ദർഭങ്ങളിലും ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നത് പുണ്യകരമാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ധാരാളം പ്രവർത്തനങ്ങളെ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പരിശുദ്ധ ഖുർആനും വിരോധിക്കാത്ത ഏത് കാര്യത്തെയും നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ചെയ്യൽ അനുവദനീയമാണ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ എന്തിനാണ് സൂറത്തുൽ അൻആമിൽ നിന്ന് കുറച്ച് ആയത്തുകൾ അഖീഖത്ത് അറുക്കുന്ന ദിവസം ഓതുന്നതിനെ ഇല്ലാതാക്കണം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഏത് ആയത്തും എപ്പോഴും ശുദ്ധിയുള്ള ആളുകൾക്ക് ഏതവസരത്തിലും ഓതാം. എന്നാൽ ഏതെങ്കിലും ഒരു ആയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലോ സന്ദർഭത്തിലോ ഒരു പുണ്യമുണ്ടെന്ന് വിശ്വസിപ്പിക്കുന്ന രൂപത്തിൽ, അങ്ങനെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഓതാൻ പാടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഈ സൂറത്തിനെ അഖീഖത്ത് അറുക്കുന്ന ദിവസം ഓതുന്നതിൽ നിന്ന് ജനങ്ങളെ തടയണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. സാധിക്കുന്ന എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഇത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നാം പരിശ്രമിക്കണം എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമും അതുപോലെ തന്നെ ഇബ്നു ഹജർ റഹിമഹുമുള്ള നമുക്ക് ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു കാരണം ജനങ്ങളോട് തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ടാണ് പല പ്രാവശ്യം നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് സൂറത്തുൽ അൻആം ഓതുന്നതിനെ ഇല്ലാതാക്കണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത്? ഇന്നേവരെ ഒരാളും അതിന് മറുപടി പറഞ്ഞതായി നാം കണ്ടിട്ടില്ല. ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ട് നാം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുസ്ലിയാക്കന്മാർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ആളുകൾ എന്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചു നോക്കുക, പരിശുദ്ധ ഖുർആനിലെ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സൂറത്തുൽ അൻആം ഓതുന്നത് പാടില്ല എന്ന് പറയുന്നത്? പരിശുദ്ധ ഖുർആനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോ തങ്ങളോ വിരോധിച്ചാൽ മാത്രമേ ഒരു കാര്യം ബിദ്അത്ത് മദ്മൂമത്താവുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളോട് സർവറും ചോദിച്ചു നോക്കുക, ഈ സൂറത്ത് ഓതരുത് എന്ന് ഏത് ആയത്തിലുണ്ട്, ഏത് ഹദീസിലുണ്ട് എന്ന്. ഒരു മറുപടിയും ഈ മുസ്ലിയാക്കന്മാർ ഇതിന് തരില്ല എന്ന് ഉറപ്പാണ്. കാരണം ഇതിന് മറുപടി തന്നാൽ അവരുടെ എല്ലാ ഉഡായിപ്പുകളും പൊളിഞ്ഞു പോകും. ചില ആളുകളുടെ സംസാരം കേട്ടാൽ നമ്മളൊക്കെ നന്മ മുടക്കുന്ന ആളുകളാണ്, പരിശുദ്ധ ഖുർആൻ ഓത്തുന്നതും ദിക്ർ ചൊല്ലുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നതൊക്കെ മുടക്കുന്നവരാണ് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ സൈനുദ്ദീൻ മഖ്ദൂമും അതുപോലെ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുമുള്ള പരിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ മുടക്കാൻ വേണ്ടിയാണോ ഇത് ചെയ്തത്? അല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പോലും അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കാത്ത ഒരു പ്രത്യേക പുണ്യമുണ്ടെന്ന്, മഹത്വമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടോ തോന്നിപ്പിച്ചുകൊണ്ടോ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയാകുന്ന രൂപത്തിലോ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇതിന്റെയൊക്കെ കാരണം. ഇത് കേവലം പരിശുദ്ധ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ മാത്രമല്ല, സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന വിഷയത്തിലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്ന വിഷയത്തിലും ഒക്കെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയം പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തോ സന്ദർഭത്തിലോ ചെയ്യാൻ നിർദ്ദേശിക്കാത്ത ഒരു വിഷയം പ്രത്യേക സമയത്ത് ചെയ്യുന്നതിന് മഹത്വം കൂടുതലുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് 48-ാമത്തെ പേജിലും സമൂഹം മാതൃകായോഗ്യരായി കണക്കാക്കുന്ന ആളുകൾ സുന്നത്തല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യത്തെ സുന്നത്താണെന്ന് സാധാരണക്കാർക്ക് തെറ്റിദ്ധരിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ ചെയ്യുന്നതിനെ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് 52-ാമത്തെ പേജിലും, അറഫ ദിനത്തിൽ അറഫയല്ലാത്ത സ്ഥലങ്ങളിലും ആളുകൾ ഒരുമിച്ചുകൂടി ദുആ സംഗമങ്ങൾ നടത്തുന്നത് പുണ്യകരമാണ് എന്ന് സമൂഹം തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി അറഫ ദിവസത്തിൽ
അസറിന് ശേഷം മാതൃകായോഗ്യരായ ജനങ്ങൾ കാണുന്ന ആളുകൾ പള്ളികളിൽ നിൽക്കാൻ പാടില്ല, നിസ്കാരം കഴിഞ്ഞ ഉടനെ പിരിഞ്ഞു പോകണമെന്ന് 30-ാമത്തെ പേജിലും വളരെ മഹത്വമേറിയ സൽക്കർമ്മമായി ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉളുഹിയത്ത് നിർബന്ധമാണെന്ന് പൊതുസമൂഹം തെറ്റിദ്ധരിക്കുമെന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഉളുഹിയത്ത് അറുക്കുന്നത് പോലും മഹാന്മാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും ഉൾപ്പെടെയുള്ള സഹാബി പ്രമുഖർ നിർത്തിവെച്ച് സമൂഹത്തിന് തെറ്റായ ധാരണകൾ ഉണ്ടാകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി പരിശ്രമിച്ചത് 53-ാമത്തെ പേജിലും ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ല നമുക്ക് വിവരിച്ചു തന്നത് നാം ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്കൊക്കെ ആ ഭാഗങ്ങൾ വായിച്ചു നോക്കാനും ക്ലാസുകൾ കേൾക്കാനും സൗകര്യമുണ്ട് എന്നത് സാന്ദർഭികമായി ഉണർത്തുന്നു. സത്യം മനസ്സിലാക്കാനും കപടന്മാരുടെ കാപട്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും യഥാർത്ഥ ദീനിന്റെ യഥാർത്ഥ രൂപം മനസ്സിലാക്കി പരലോകം രക്ഷപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ.